പഴുത്തതൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ഇനിയിപ്പം ഇതൊന്ന് അച്ചാർ കറി ഉണ്ടാക്കി. ഞാൻ എന്താ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. നെല്ലിക്ക ഞാൻ ഇപ്പോൾ ചൂട് വെള്ളത്തിലാണ് ഇടാൻ പോകുന്നത്. ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ടേക്കും. 10 മിനിറ്റ് ഇട്ട ശേഷം അതിൽ ചേർക്കാനുള്ള ഞാൻ നെല്ലിക്ക കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കറിക്ക് ഇത്രയും ഞാൻ ചേർക്കുകയാണ്. വെളുത്തുള്ളി, ഉലുവ, കടുക്, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ കായപ്പൊടി ചേർക്കുന്നുണ്ട്. ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായ ശേഷം കടുക് ഇട്ടിട്ടുണ്ട്. ഉലുവ, വെളുത്തുള്ളി, എന്നിട്ട് നെല്ലിക്ക ഇത് തട്ടയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത ശേഷം ഞാൻ ഇത്തിരി ചൂടുവെള്ളമല്ല പച്ചവെള്ളം ഒഴിക്കാം. പച്ചവെള്ളം ഒഴിച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് മല്ലിയില, കറിവേപ്പില അത് ഇട്ട് ഇളക്കിയ ശേഷം മുളക് പൊടി ആവശ്യത്തിന് ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത്. പിന്നെ മല്ലിപ്പൊടി 1 സ്പൂണ്, ആവശ്യത്തിന് കായപ്പൊടി ചേർക്കാം. നല്ലപോലെ ഇളക്കി എടുക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊരു 10-15 മിനിറ്റ് 15 മിനിറ്റ് വേണ്ട, 10 മിനിറ്റ് മതി. നല്ലപോലെ തിളച്ച് നെല്ലിക്കകത്ത് കറി ഞാൻ അതിൻ്റെ അടപ്പൊന്ന് എടുക്കുകയാണേ. ഇറക്കി വെച്ച ശേഷമാണ് അടച്ചു വെച്ചത്. അപ്പോഴത് നല്ല സോഫ്റ്റായി നല്ല കറിയായിട്ട് വന്നിട്ടുണ്ട്. അതിലെ വെളുത്തുള്ളിയൊക്കെ നല്ല ഇതിൽ വെന്ത് ഇതായിട്ടുണ്ട്. നെല്ലിക്ക അതുപോലെ തന്നെ കറിയാണ്. ഇതിങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്കത് കണ്ടിട്ട് കൊതിയാവുന്നുണ്ട്. ഞാൻ ഇത് ചോറിലൊഴിച്ച് കഴിക്കട്ടെ. നിങ്ങളിതുപോലെ ചെയ്യണേ. എളുപ്പം